ഞാനിന്ന് വന്നിട്ടുള്ളത് സൺഫ്ലവർ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അതായത് നമുക്ക് എങ്ങനെ സൺഫ്ലവർ ഡിസൈൻ ഒരു കേക്കിൽ കൊടുക്കാം എന്നുള്ളതാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു കേക്കിനായിട്ട് ഞാൻ സാധാരണ ഒരു സ്പഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം നോക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രമാണ് കേക്ക് ടിന്നായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത് ഒന്ന് നമുക്ക് ഓയിൽ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബേക്കിംഗ് പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടി ഒന്ന് എണ്ണ ചെറുതായിട്ടൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ആദ്യം തരിച്ച് മാറ്റി വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നമുക്ക് അരിപ്പയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയായാലും നമുക്ക് വേഗത്തിൽ ഇത് ബീറ്റായി കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം കൂടുതൽ എടുക്കും ഇത് ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ചെറു ചൂടുള്ള പാലാണെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാലും ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് സാവധാനത്തിൽ വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ പാടില്ല. ഓവർ മിക്സിങ് ആയി പോയാൽ നമ്മുടെ കേക്ക് ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് മെല്ലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം. 3-4 തവണ നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ ഉപ്പിട്ടിട്ട് ഒന്ന് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് കുറച്ച് മുമ്പേ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കേക്ക് ബാറ്റർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 40 to 45 മിനിറ്റ് വരെ ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റിനടുത്ത് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കേക്കിന്റെ ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു 3/4 കപ്പ് വെള്ളത്തിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര എന്ന അളവിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കേക്കിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് ഇട്ട് കൊടുക്കണം. എല്ലായിടത്തും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ലെയറിനുള്ളിലും ഡാർക്ക് ചോക്ലേറ്റിനെ ആവാന്ന് കരുതിയത്. നിങ്ങൾക്ക് മിൽക്ക് ചോക്ലേറ്റ് മതി എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അല്ല ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഒന്നും ആഡ് ചെയ്യാതെയും നമുക്കിത് ഉണ്ടാക്കാം. ഇതിന് മുകളിലായിട്ട് അടുത്ത ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഈ ലെയറിലും ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഞാൻ പഞ്ചസാര വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കാം.
ഇനി ഈ ലെയറിലും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് മുഴുവനായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം പെട്ടെന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം ഒന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ട് പെട്ടെന്നൊന്ന് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിന് മുകളിൽ ഫ്ലവർ ഡിസൈൻ ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീമിൽ ഒന്ന് കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ആണല്ലോ, അതുകൊണ്ട് യെല്ലോ കളറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊരു ടീസ്പൂണോളം യെല്ലോ കളർ ഞാൻ ഇതിലേക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വിപ്പിംഗ് ക്രീം കിട്ടേണ്ടത്. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ബീറ്ററിൽ നിന്നും ഒന്ന് കുഴഞ്ഞു നോക്കിയാലും ഈ ഒരു വിപ്പിംഗ് ക്രീം താഴെ പോകാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ നമുക്ക് ഇത് ഇനി കേക്കിലിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. കേക്ക് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് തുടങ്ങാം. കേക്കിന്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് വിപ്പിംഗ് ക്രീം നമ്മൾ കേക്കിൽ സ്പ്രെഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതുപോലെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ വിപ്പിംഗ് ക്രീം കേക്കിൽ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി കേക്കിന്റെ മുകളിലായിട്ട് ഒരു സ്കൂപ്പർ വെച്ചിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടോ ഒന്ന് ആ ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം. നമുക്ക് ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫ്ലവർ വരച്ചു തുടങ്ങാം. ഞാനിവിടെ ഫ്ലവർ വരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ലീഫിൻ്റെ നോസിലാണ്. അതായത് നമ്മൾ സാധാരണയായി ലീഫ് വരയ്ക്കുന്ന നോസിലുണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് നമ്പർ കേക്കിൽ കാണിച്ചിരുന്നു നമ്മൾ ലീഫിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു നോസിൽ കൂടി അതും കൂടി വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ വരച്ചെടുക്കുന്നത്. ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത് നമ്മൾ ഒരു 4 ലൈനായിട്ടാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ള റൗണ്ടിന് പുറത്ത് 2 വരിയും അതുപോലെ തന്നെ അതിനകത്ത് 2 വരിയുമാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ അടയാളപ്പെടുത്തുന്ന റൗണ്ടിനനുസരിച്ചിരിക്കും കേട്ടോ. നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള റൗണ്ട് വളരെ ചെറുതാണെങ്കിൽ ആ റൗണ്ടിന് പുറത്ത് തന്നെ 4 ലൈനും ചെയ്താൽ മതി. ഞാനിത് എടുത്തിട്ടുള്ള റൗണ്ട് കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിന് പുറത്ത് 2 ലൈനും അകത്ത് 2 ലൈനും ചെയ്യുന്നത്. പിന്നെ എങ്ങനെയായാലും നമുക്ക് ലൈൻ കൊടുക്കാൻ ഈസിയുമാണ്. അതുകൂടി വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. Thank you.
ഇപ്പോൾ എല്ലായിടത്തും ഫ്ലവർ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിലിങ്ങിലൂടെ മെൽറ്റ് ചെയ്തെടുത്തതാണ്. അത് വെച്ചിട്ടാണ് ഫ്ലവറിൻ്റെ നടുഭാഗം ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേർഡ്സ് റൈറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന നോസിലുണ്ടല്ലോ, ആ ഒരു നോസിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ നോസിലില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പൈപ്പിംഗ് ബാഗിന് അടിഭാഗത്തൊരു ചെറിയ ഹോൾ ഇട്ടിട്ട് ചെയ്താലും മതി. അങ്ങനെ ചെയ്താലും ഇതുപോലെ തന്നെ കിട്ടും. ഇത് വേറെ രീതിയിലും ചെയ്യാം കേട്ടോ. നമുക്ക് സ്റ്റാർ നോസിലുണ്ടല്ലോ, നമ്മൾ സാധാരണയായി റോസ് വരയ്ക്കുന്ന സ്റ്റാറിൻ്റെ നോസിൽ, അതിൽ നമ്മൾ വിപ്പിംഗ് ക്രീം പിന്നെ കൊക്കോ പൗഡർ വെച്ചിട്ട് ഒന്ന് കളർ മാറ്റിയെടുത്തിട്ട് കാപ്പി കളറാക്കി എടുത്തിട്ട് ഈ ഒരു നോസിലിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഡിസൈൻ ചെയ്തെടുത്താലും മതി. അതായത് നടുഭാഗത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കൊടുത്താലും മതി. അങ്ങനെ ആയാലും ഈ ഒരു ഡിസൈൻ തന്നെ ഏകദേശം കിട്ടും. പക്ഷെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തോന്നുക ഈ ഒരു മെൽറ്റഡ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ്. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ലീഫിൻ്റെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നോസിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫോറസ്റ്റ് ഗ്രീൻ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ സൺഫ്ലവർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 3-4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാനും മറക്കരുത്. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.